ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏത്തപ്പഴവും മൈദപ്പൊടിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഏത്തപ്പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ. പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കാനായിട്ട് ശ്രമിക്കരുത്. എപ്പോഴും പഴുപ്പ് കൂടിയ പഴമാണ് നമുക്കിതിനാവശ്യം. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് ഇതിന് കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ തൊലി കളഞ്ഞ് ഏത്തപ്പഴം 3 കഷ്ണമായിട്ട് കീറിയെടുക്കുന്നുണ്ട്, കനം കുറച്ച്. അപ്പോൾ ആ നല്ല കട്ടിയുള്ള പഴമൊക്കെ ആണെങ്കിൽ 3ഓ 4ഓ ഒക്കെ ആയിട്ട് കീറിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് വലിയ കട്ടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 3ആയിട്ടാണ് കീറിയെടുക്കുന്നത്. അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്ന 4 ഏത്തപ്പഴം ഞാൻ കനം കുറച്ചൊന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കാം. നമ്മൾ അരിയൊക്കെ അരക്കാൻ ഉപയോഗിക്കുന്ന ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലാണ് അളന്ന് കൊടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് മൈദപ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്സിന് മധുരം ആയിരിക്കും കേട്ടോ കൂടുതലും, അതുകൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 മുതൽ 2 വരെയൊക്കെ ആകാം. അത്യാവശ്യം നന്നായിട്ട് മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ പാകത്തിനാണെന്നുണ്ടെങ്കിൽ ഈ 1.5 മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൈദപ്പൊടി 1 ഗ്ലാസ് എടുത്തത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ ഈ മൈദ ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് പാത്രമാണെങ്കിലും അതിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചു കൊടുക്കാം. നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയില്ലാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് കുറച്ച് തേങ്ങ ചിരവിയതാണ് വേണ്ടത്. അപ്പോൾ ഇനി തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് തേങ്ങ മതിയാകും നമുക്ക്. പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ച് വേണം കേട്ടോ തേങ്ങയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 1/2 മുറി തേങ്ങയായിരുന്നു, അതിൻ്റെ പകുതി എടുത്തുള്ളൂ കേട്ടോ. ഒരു 1/4 മുറി തേങ്ങയാണ് ചിരവി എടുത്തേക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ട ചേരുവകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാനാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ അപ്പം, ദോശ, ചപ്പാത്തി, പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കണേ ഫ്രൈ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാന് ചൂടായതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കീറി വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഒന്ന് വെച്ച് കൊടുക്കാം. ഒരുപാടൊന്ന് മുരിച്ച് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മുരിച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ പഴം വേവിക്കാൻ വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പഴുപ്പ് കുറവുള്ള പഴം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. നല്ല പഴുത്ത പഴം തന്നെ വേണം. അങ്ങനെ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടെ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് നേരം 1 സൈഡ് 1 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ 2 സൈഡും കുക്ക് ചെയ്തെടുത്ത പഴം ഞാനൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഏത്തപ്പഴം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ചിരകി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് വേണമെന്നുള്ളവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര അളവ് കുറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കണ്ട, ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മാത്രം മതി കേട്ടോ. തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ സ്റ്റൗവിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ ഷെയ്ഡ് വരുള്ളൂ. പിന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യ് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് വരെ ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ചുവയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ തേങ്ങയിലേക്ക് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു ഷെയ്ഡ് വരും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇറക്കി വയ്ക്കാം. 2 മിനിറ്റ് നേരത്തെ കുക്കിങ്ങിന് ശേഷം ഇതേ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി തേങ്ങയുടെ മിക്സ് നമുക്ക് ഈ പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. തേങ്ങ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടുങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുത്ത ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഇതേ പാനിൽ മൊത്തം തേങ്ങയുടെ ഉരുപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഒന്ന് കഴുകി കളഞ്ഞെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ആ സ്റ്റൗവിലേക്ക് ഈ പാന് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും ഒന്നും നെയ്യ് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഓയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നെയ്യ് ഇഷ്ടമുള്ളവർക്കൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പാനിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണേ ബാറ്ററി എടുത്തെങ്ങാണ്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മളിപ്പോൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത ഒരു ദോശയുണ്ടല്ലോ, ദോശയുടെ പോലെ തന്നെയാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേർ പകുതി നമ്മൾ അടിയിൽ മുരിച്ച് വെച്ചേക്കണ ഏത്തപ്പഴം ഒന്ന് നിരത്തി കൊടുക്കുക. അതിൻ്റെ പുറത്തേക്കായിട്ട് നമ്മൾ തേങ്ങയുടെ ഒരു മിക്സ് അതും ഒരു 2 സ്പൂണ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നേർ പകുതി ഇതേ അപ്പം പോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് പറയുമ്പോൾ അത്രയ്ക്ക് തന്നെ അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ മാവ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ആ ഒരു സൈഡും അതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് അടിയിൽ വേണമെങ്കിൽ ഒരു ലെയർ തേങ്ങയായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏത്തപ്പഴം നിരത്തി കൊടുക്കാം. അതിൻ്റെ പുറത്ത് മുകളിലും കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തേങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ തേങ്ങയൊക്കെ മേടിച്ച് കൊണ്ടുവന്നാൽ ഒരുപാട് തേങ്ങയൊന്നും ഉപയോഗിക്കില്ലല്ലോ, അത് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തന്നെ എടുത്തേക്കണത്. അപ്പോൾ വീട്ടിലൊക്കെ തേങ്ങ ഉള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ നല്ല നമുക്ക് ശരീരത്തിനാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ലെയർ ഞാൻ 3 ലെയർ പോലെയാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് അത് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവസാനത്തെ ലെയർ ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ തേങ്ങയും പഴവും ഒക്കെ തിന്നതുകൊണ്ട് തന്നെ ബാറ്ററി ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി നമ്മളെ മിക്സാണ് ഇല്ലാത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 4 ലെയറായിട്ടോ ചെയ്തെടുത്തുള്ളൂ. അപ്പോൾ അതുപോലെ എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ഈ പലഹാരം ഞാൻ 4 മണീൻ്റെ സമയത്തായിരുന്നു ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ചായ വെക്കുന്നത്. അങ്ങനെ ഇതേ
ചായയൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്നാക്സ് ഇവിടെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ദൗത്യം മിക്കായിട്ട് ഏറ്റെടുത്തേക്കണത്. ഇക്ക മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയത് വേറൊരു ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് നേരത്തെ ഇങ്ങനെ അറിയില്ലായിരുന്നു. പഴം വെച്ചിട്ട് പല സ്നാക്സും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എങ്കിലും ഈ ഒരു സ്നാക്സ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഈ സ്നാക്സ് ഞാൻ 2-3 തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ അല്ല, ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണെങ്കിലും അളവുകളൊക്കെ കുറച്ചെടുത്തതുകൊണ്ട് എനിക്ക് പോള ഇത്രയ്ക്കും കട്ടിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കനം കുറച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഈ റിസൾട്ട് തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പഴം പഴുപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കല്ല് പോലെ ഇരുന്നു കേട്ടോ പഴം. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. അതെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ വീടുകളിലൊക്കെ ഇപ്പോൾ എപ്പോഴും കാണപ്പെടുന്ന ചേരുവകളാണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇനി ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാത്തവർ അപ്പോൾ നിങ്ങൾ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചാണ് ഒന്നും കൂടെ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു ലൈക്ക് തരണം. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.